ചേട്ടാ ഇതിനൊരു അളവുകോൽ, ഇപ്പം ചേട്ടൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അഭിനയത്തിന്റെ ഒരു അളവുകോൽ എന്ന് പറയാൻ, ഇപ്പം നമ്മുടെ ഒരുപാട് ഒരു ബഞ്ച് ഓഫ് ഫാക്ടേഴ്സിനെ എടുത്തിട്ട് ഇതിനൊരു പീക്ക്, ഒരു ലെവൽ. ബഞ്ച് ഓഫ് ഫാക്ടേഴ്സ് അങ്ങനെ ബഞ്ചൊന്നും ഇല്ലല്ലോ നമുക്ക്. അത്രയും ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഇല്ല. ബഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ഒന്നും നമുക്കില്ല. നമുക്ക് വിരലിലെണ്ണാവുന്ന നടന്മാരേ ഉള്ളൂ. താരങ്ങൾ ഒരു പിടിയുണ്ട്, ഒരുപാട് പേരുണ്ട്, ഒരു ലോറി നിറയെ താരങ്ങളുണ്ട്. നടന്മാർ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. താങ്കൾ എണ്ണുന്നവരേക്കായിരിക്കും? ഞാൻ മിസ്റ്റർ തിലകൻ, ഗോപിയേട്ടൻ, നെടുമുടി വേണു, പിന്നെ ഉർവശി, മോഹൻലാൽ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. എനിക്ക് ഇവരെയൊക്കെ സഹപ്രവർത്തകരിലുപരി ബഹുമാനമാണ്. കാരണം കഴിവുള്ള കലാകാരന്മാർ, താരങ്ങളല്ല ഇവരാരും. താരപരിവേഷം പിന്നെ മാധ്യമങ്ങളും പ്രേക്ഷകരും ഒക്കെ കൊടുക്കുന്നതാവാം. ഇവരൊക്കെ കലാകാരന്മാരാണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചേട്ടന് ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ ഒരു ആക്ടർ, നമ്മളിപ്പോ ഒരാളെ ഒരു ആക്ടറിനെ കാണുന്ന പോലെയല്ല, ഒരു ആക്ടറിനെ കാണുമ്പോൾ അവരിൽ കാണുന്ന കൂടെ അഭിനയിക്കുമ്പം അവരുടെ ഈ കഥാപാത്രത്തെ പറ്റിയുള്ള അവരുടെ സമഗ്രമായ വിലയിരുത്തൽ, പിന്നെ സൂക്ഷ്മമായ അവരുടെ ഭാവങ്ങൾ, ആ കഥാപാത്രത്തിൻ്റെ ഭാവം നമ്മളിലേക്ക് പകരാനുള്ള അവരുടെ 100% ആത്മാർത്ഥതയോടുകൂടിയുള്ള അവരുടെ പ്രവൃത്തി. അതൊന്ന് ഞങ്ങളോടൊന്നും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. എന്ന് വെച്ചാൽ ചില സീനിൽ എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇവരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അച്ഛനായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക, എൻ്റെ അനുജനായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു സിറ്റുവേഷൻ തന്നെ പറയാം. ഞാൻ ഒരു വലിയ അപകട വാർത്ത പറയാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അനിയനാണെന്ന് വിചാരിക്കും. അതായത് ഈ മോഹൻലാലിൻ്റെ വലിയച്ഛനും ചെറിയച്ഛനുമാണെന്ന് വിചാരിക്കുക. ഞാൻ പുറത്തു പോയി വന്നിട്ടൊരു കാര്യം പറയുക. അപ്പോൾ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അപകടം നടന്നു. ഞങ്ങളുടെ 3 പേരുടെയും പരിചയത്തിലുള്ള ഒരാൾ മരിച്ചിരിക്കണം. ഇത് നേരിട്ട് കണ്ട് ഞാൻ വരികയാണ്. ഇത്തരം വിശദീകരണം 3 പേരെയും വിളിച്ചു ചേർത്തി സംവിധായകൻ കൊടുക്കും. ഞങ്ങൾ 3 പേരുമാണ് എങ്കിൽ ഇതെങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള ചിന്തയിലാണ് പിന്നെ ഓരോരുത്തരും. ഒരുമിച്ചിരുന്നല്ല, ഞാൻ അങ്ങോട്ട് മാറിയിരുന്നാലും ഏത് രീതി, ഏത് ഭാവത്തിൽ വരണം, വന്ന് എന്തായിരിക്കണം, ഇത് ആരോട് ആദ്യം പറയണം. അപ്പോൾ അതിൽ വിശദമായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. ചേട്ടനോട് പറയുക, അനിയനോട് ഈ നായകനോട് പറയണ്ട എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് വന്ന് കയറണം. അതിനുമുമ്പ് നമ്മൾ ആലോചിക്കും, ആക്സിഡൻ്റൊക്കെ കണ്ടാൽ ഭയപ്പെടുന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണോ ഈ കഥാപാത്രം എന്ന് വയ്ക്കും. അപ്പോൾ ഈ തിരക്കഥാർത്ഥം ഉണ്ടാവുമല്ലോ. അപ്പോൾ പറയാതെ വളരെ ദുർബല മനസ്ഥിതിയുള്ള ആളാണ്. അപ്പോൾ ദുർബലനായ ഒരാൾ ആക്സിഡൻറ്റ് കാണുന്നതും ഇച്ചിരി മനസ്സിന് കട്ടിയുള്ള ഒരു വ്യക്തി ആക്സിഡൻറ്റ് കാണുന്നതും വ്യത്യാസവും. പക്ഷേ ആക്സിഡൻറ്റ് കണ്ട എക്സ്പ്രഷൻ സെയിം ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ കണ്ടു, ഇപ്പം ആദ്യത്തെ ദുർബലമായ മനസ്ഥിതിയുള്ള ആളാണ് ആക്സിഡൻറ്റ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒരു പെയിൻറ്റിങ് പോലെ വന്നിട്ട് ആരെങ്കിലും ഒന്നിങ്ങനെ പിടിക്കും. ഇച്ചിരി ഉറപ്പുള്ള ആൾ കാണുകയാണ്, ഇതാവും എക്സ്പ്രഷൻ. ഇത് പെട്ടെന്ന് നടന് വരണം. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന 3-ാം പക്കത്തിലെ ചിത്രമാണ്. തിലകന്റെ അടുത്ത് നിന്ന് മരണവാർത്ത പറയുന്നത്, അവിടെ ബോഡി വന്നു. അതെ. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് ഉൾക്കൊള്ളണം. അപ്പൊ ഇവര് 3 പേരുമായിട്ട് നിന്ന് ഈ കാര്യം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ അവരോടൊന്നും പറയാതെ തന്നെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് 2 പേരും വന്നുടനെ ആദ്യത്തെ ഡയലോഗ് ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്നു, എന്താ നിന്റെ മുഖത്തൊരു വാട്ടം, എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അത് പറയാ എന്ന് ഞാൻ ഉടൻ പുള്ളി എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം. ഈ ചോദിക്കുന്ന ടൈമിങ് വളരെ കൃത്യമായിരിക്കും. ഒരു കടുകിടാതെ ഒരു നിമിഷാർത്ഥം മാറില്ല. പക്ഷെ ചില കേസിൽ ചില വ്യക്തികളുമായിട്ട് അഭിനയിക്കുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ തിരുവല്ല വരെ പോകുന്നു. അത്രയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. എവിടെ പോകുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അല്ല, ഇത് മഹാ ഡള്ളാണ്. നമ്മൾ തന്നെ മൊത്തത്തിൽ ഡള്ളാണ്. ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് അവരോട് പരിതാപം തോന്നാനോ സഹതാപം തോന്നാനോ സാധിക്കില്ല. അവരും ഈ വയറ്റിപ്പഴുപ്പിന് വേണ്ടി വരുന്നവരാണ്. ഉർവശിയുടെ കാര്യം പറഞ്ഞപ്പോ അതെ, പിന്നെ പറയും കുറച്ചും കൂടെ നേരത്തെ ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. ചിലർ ഇതിൽ ഈ ഫീൽഡിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശരി നോക്കാം എന്ന് പറയും. മറ്റൊരാളാണെങ്കിൽ നോക്കും
നമ്മളെ അഭിനയം പഠിപ്പിക്കാനേ എനിക്കൊരവസരം കിട്ടട്ടെ ഞാൻ തന്നെ മടക്കി കുപ്പിയിൽ ഇറങ്ങി തരാം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം കലാകാരനെ അല്ല എന്നുള്ളതാണ്. അല്ല ചെയ്താൽ നന്നായിരിക്കും, ഒരുമിച്ച് ഈ ടൈമിംഗ് ഒക്കെ കറക്റ്റായാൽ ഈ ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകൻ കൊള്ളാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിരിക്കും, നല്ല പടം കേട്ടോ, അല്ലാത്തൊക്കെയാണ് ഈ മോശം എന്ന് പറയുന്നത്.